നമസ്കാരം. നമ്മളിപ്പോഴേ വന്നിരിക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കിപ്പുറത്തായിട്ടുള്ള എലിയറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ആ എലിയറയ്ക്കൽ നമ്മൾ കുറച്ച് മുന്നോട്ടിങ്ങ് വന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഹോമിലുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, ഇവിടുന്ന് മുന്നോട്ട് പോയ എലിയറയ്ക്കൽ നിന്ന് ഈ അച്ചൻകോവിൽ പോകുന്ന വഴിക്ക് പോയാൽ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും അല്ലേ, ഗ്രാമക്കാഴ്ചകളൊക്കെ. അതൊന്ന് പോയി കണ്ടു വന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആലോചിച്ചത്, എന്നാൽ പിന്നെ തിരിച്ച് പോയേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കിയാലോ. ആ വഴി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ഈ ആ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ അപ്പുറത്തൂടെ അങ്ങനെ കയറിയിട്ട് ബസ്സിന് ഒരു പ്രാവശ്യം ഒന്ന് പോയായിരുന്നു. അന്ന് നല്ല പൂർവ്വമായിട്ടുള്ളൊരു കാഴ്ചകളും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ ഞാൻ ഇതിലേ ഒന്ന് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എലിയറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ആ ദൂരെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വലത്തോട്ടൊരു വഴി കയറി പോകുന്നുണ്ട്. അത് അച്ചൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അച്ചൻകോവിൽ നമ്മൾ പോയതാണ്, നമ്മൾ ബസ്സിന് പോയായിരുന്നല്ലോ. എന്തായാലും നമുക്ക് അപ്പുറത്തോടെ കയറി കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ. ഇതാണ് എലിയറയ്ക്കൽ ജംഗ്ഷൻ. നേരെ പോയാൽ കോന്നി പത്തനംതിട്ട റാണി ആ റൂട്ടിലോട്ട് പോകും. ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന ആ വഴിയുണ്ടോ, ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ എലിയറയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ അച്ചൻകോവിൽ പോകുന്ന റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോയാൽ ഫോറസ്റ്റൊക്കെ ആയിരിക്കും കൂടുതലും. നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങളും പിന്നെ നല്ല കൃഷിയിടങ്ങളും. ഇവിടെ ഒരു അമ്പലമൊക്കെ വരുന്നുണ്ടേ. അപ്പോൾ ഇതിലെ മുകളിലോട്ട് പോയാൽ ഒരു കാഞ്ഞിങ്കുളത്ത് മലനട ക്ഷേത്രമാണ്, അരുവാപ്പുലം. നമ്മൾ അങ്ങോട്ട് കയറി പോകില്ല, കുറേ അങ്ങ് കയറ്റം കയറി പോകാനുണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെയാണ് ഈ കാണുന്നത്. അതിലെ അങ്ങോട്ടൊക്കെ ചെറിയ റോഡുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ നല്ല മനോഹരമായ വീടുകളൊക്കെ അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അരുവാപ്പുലം ഗ്രാമത്തിലേക്ക് എത്തി കേട്ടോ. ഇവിടെ അരുവാപ്പുലം ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെയാണ്. ഈ ഒരു മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വീണ് കിടക്കുന്നു. നോക്കി, ഇതിൻ്റെ മുകളിലൊരു മരം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്, മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഞാൻ കണ്ട ഇവിടുത്തെ അരുവാപ്പുല സ്കൂളാണ്, LP സ്കൂള്. 1885 നിർമ്മിച്ച സ്കൂളാണ് ഇത് കേട്ടോ. അപ്പോൾ എത്ര പഴക്കമുണ്ടെന്ന് നോക്കി. അച്ചൻകോവിലിൽ പോയിട്ട് വരുന്ന ഒരു ബസ് ഇത് കണ്ടോ. രാവിലെ അച്ചൻകോവിലിൽ പോയതാണ്, തിരിച്ചിത് പത്തനംതിട്ടയ്ക്കാണ്. അരുവാപ്പുരം വെൺമേനിപ്പടി ജംഗ്ഷനാണ് കേട്ടോ. അവിടെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. പിന്നെ ഇവിടുന്നാണ് നമുക്ക് മുന്നോട്ട് വീണ്ടും പോകണം. അവിടെ പൂവൻപാറയ്ക്ക് വലത്തോട്ട്, മാരൂർ പാലം ഇടത്തോട്ട്, അങ്ങനെയൊക്കെ കാണിക്കുന്നു കേട്ടോ. ഈ ജംഗ്ഷൻ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എള്ളാങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം. കോന്നി ഊട്ടുപാറ റൂട്ടിലോട്ട് ബസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബസ് പോകുന്ന റൂട്ടിലാണ് നമുക്ക് പോകാനായിട്ട്. പൂവൻപാറയ്ക്ക് പോകുന്ന റോഡ് അതാണ് കേട്ടോ. നമുക്ക് ഈ വഴിക്ക് തന്നെ പോകാം കേട്ടോ. തിരിച്ച് വന്നിട്ട് നമുക്ക് ഈ റൂട്ടിലാണ് വരുന്നതെങ്കിൽ അപ്പുറത്തെ ആ മായൂർ പാലം, മറയൂർ പാലം ഇല്ലേ, ആ പാലം വഴി കയറി പോവാം. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോഴേ ഒരു സർക്കാർ തടി ഡിപ്പോയൊക്കെ നമുക്ക് കാണാവേ. ഇതുണ്ട് അവിടെ, ഗവൺമെൻറ് സാൻഡൽ ഡിപ്പോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ചന്ദനത്തടികളും ഉണ്ടോ അവിടെ, തേക്കും തടികളുണ്ട്. ഇവിടെ നല്ല തേക്ക് മരങ്ങളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഈ തേക്ക് മരത്തിൻ്റെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ടയുടെ ഇടുക്കിയുടെ പകുതിയോളം കൂടുതലും സ്ഥലങ്ങൾ വനമല്ലേ. അപ്പോൾ നമുക്ക് കുറേ വനയാത്രയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അത്യാവശ്യം വീതിയുള്ള റോഡായതുകൊണ്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തും കൂടെ യാത്ര ചെയ്ത് പോകാവേ. ഇടയ്ക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ ചിലപ്പോൾ കാണും. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് കൊക്കാത്തോട്, പണ്ട് നമ്മൾ പോയ കൊക്കാത്തോട്, അച്ചൻകോവിലൊക്കെ ഇടത്തോട്ടാണ്. വകയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ നേരെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവങ്ങളാണ് മൊത്തത്തിലുള്ള. വലിയ തേക്കുമരങ്ങളും കാടും ഇതിൻ്റെ ഇടക്കോടുള്ള റോഡൊക്കെയാണ് മുന്നോട്ട്. ഇപ്പം നമ്മൾ തേക്ക് തോട്ടമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ഓട്ടോചാട്ടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ. പരിചയപ്പെട്ടു പോകാലോ. ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയാണ്. എന്നാ ചേട്ടൻ്റെ പേര്? ബിജു. ഇവിടെ ഓട്ടോ ഓടിക്കുന്നു. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ആ റോഡ് എങ്ങോട്ട് ചേട്ടാ പോന്നേ? അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ആ വഴിയാണ് അച്ചൻകോവിൽ കൊക്കാത്തോടൊക്കെ പോകുന്ന വഴി കേട്ടോ. നോക്കി വേണം കിടക്കാൻ. അപ്പുറത്തും ഇപ്പുറത്തും എപ്പോൾ വേണേലും വാഹനങ്ങളൊക്കെ വരാം. ഇവിടെ എന്തൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ? അങ്ങനെ വലിയ പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ഒരു PKV എന്ന് പറഞ്ഞൊരു കെട്ടിടമൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ. അത്രേ ഉള്ളൂ കേട്ടോ. റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അപ്പുറത്തെ റോഡേ പോകണം. നമ്മൾ അവിടുന്ന് വന്നേ ആ വഴിയുണ്ടോ?
നമുക്ക് ഈ റൂട്ടിലേക്ക് പോകണം. ഈ റോഡ് കേരള പബ്ലിക്. അപ്പോൾ ഈ വഴിക്ക് പോയ ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടേ. അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഒത്തിരി ദൂരമില്ല, കുറച്ച് ദൂരം ഉള്ളതെന്നാണ് പറഞ്ഞത്. വീണ്ടും ഒരു ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ. ഊട്ടുപാറയ്ക്ക് നേരെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ആ പോകുന്ന ആൾക്കാരോട് ചോദിക്കാല്ലേ. ഇവിടുന്ന് ഇടത്തോട്ട് വഴി പോകുന്നുണ്ട്, അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ നമ്മളൊന്ന് റൂട്ട് മാറ്റി പിടിച്ച് നല്ല റോഡ് കണ്ട് ബൈലോ കയറിയിട്ട് ഇപ്പോൾ വകയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം. ഊട്ടുപാറ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള വഴിയായിരുന്നേ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് വനമൊക്കെ മാറി വരുന്നുണ്ട്. ഒരു നാട്ടിൻപുറത്തേക്ക് നമ്മളിപ്പോൾ ഇറങ്ങുവാണേ. തിരിച്ച് ഈ വഴി തന്നെ വരുവാണെങ്കിൽ നമുക്ക് ഊട്ടുപാറയ്ക്ക് പോയിട്ട് വരാം അല്ലേ. ചിലപ്പോൾ അപ്പുറത്തൂടെ അല്ലേ ഈ ഊട്ടുപാറയ്ക്ക് വഴി കാണുമായിരിക്കും കേട്ടോ. നോക്കാം. ഇവിടെ ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചു. അപ്പോൾ ഈ വഴി പോയാലും നമുക്ക് ഊട്ടുപാറയ്ക്ക് കയറാം. ഇത് അപ്പുറത്ത് ചെറിയ ജംഗ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഈ വകയാറിന് ഒരു 4-5 കിലോമീറ്ററാണെന്ന് പറഞ്ഞു. വകയാർ പോയിട്ട് വന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു വഴിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 2 ഭാഗങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ച് വരാൻ പറ്റുമോ നോക്കാം. ഇതെല്ലാം അടിപൊളി നാട്ടുപ്രദേശം കേട്ടോ. തെങ്ങും വാഴയും കവുങ്ങും അങ്ങനെ എല്ലാത്തരം നല്ല. അതിനെക്കാട്ടും നല്ല ഈ നല്ല മനോഹരമായ റോഡാണ് ഇതിലെ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ പറഞ്ഞാണല്ലോ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട്. എന്നാൽ ചെറിയ തണുത്ത കാറ്റൊക്കെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. പഴയ മോഡൽ വീടുകളൊക്കെ ഈ വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഈ ഊട്ടുപാറയ്ക്ക് ഇറങ്ങാവുന്ന ഒരു റോഡുണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ടെ. ഇവിടെ റേഷൻ കടയൊക്കെ ആയിട്ടൊരു ജംഗ്ഷൻ. ഇപ്പോൾ ഇത് അണപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് ആ മുന്നോട്ട് ഇറങ്ങുന്ന ആ വഴിക്ക് ഇടത്തോട്ട് ഇറക്കുന്ന വഴിക്ക് പോയാലാണ് ഊട്ടുപാറയ്ക്ക് പോകുന്നത്. നേരെ പോയാൽ വകയാറ്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ടേ. അപ്പോൾ എന്നാൽ അതിൻ്റെ ഒരു കാഴ്ചകളും കൂടി എടുത്തേക്കാന്ന് ചോദിച്ച് അവിടെ 2 ഏട്ടന്മാരുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഊട്ടുപാറ അത്ര കാണാനൊന്നുമില്ല, പക്ഷേ ഒരു സ്കൂളും അങ്ങനെ ഒരു ഗ്രാമമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. എന്നാൽ നമുക്കെല്ലാം ഒരു കാഴ്ചയാണല്ലോ. ഇതുണ്ടോ നല്ല മനോഹരമായ ഒരു കൈത്തോടൊക്കെ. അവിടെ ഒരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തെ കൂടെ കയറിയിട്ടാണ് നമ്മൾ ആ ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഡാം പോലത്തെ ഒരു സംഭവമൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടോ വെള്ളമൊക്കെ അങ്ങനെ തടഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഇതിന് ഇങ്ങോട്ടൊക്കെ റബ്ബർ തോട്ടങ്ങളും മഹാഗണി തോട്ടങ്ങളും ഒക്കെയാണ്. അക്കരെ ഒരു കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം, നമുക്ക് കാണാമല്ലോ അല്ലേ. നല്ല അടിപൊളി ഒരു സ്ഥലം. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ആ വകയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചിങ്ങനെ വന്നിട്ട് ആ പാലം വഴി അങ്ങനെ കയറി ഊട്ടുപാറ കൂടി തിരിച്ച് അപ്പുറത്തോട്ട് പോകാം. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒരു ലെങ്ത്തും ആവും അല്ലേ. ഇവിടെ ഒരു ലോറിയെ തടി കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അവർ കാപ്പി കുടിക്കാൻ പോയി തോന്നും. ലോറി ഇവിടെ പകുതി തടി കയറ്റി ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ നോക്കി പോവാം. ആ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. കാപ്പുടിയാണ്. ആ അവരെന്നോട് എന്നാന്ന് ചോദിച്ചേ, ഒരു കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ ഇറങ്ങിയില്ല. തിരിച്ചു വരുമ്പോഴാണ് അവരോട് നമുക്കൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോരാം. എന്തായാലും വകയാർന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകാൻ തീരുമാനിച്ചു. അവിടെ വരെ പോയിട്ട് വരാം. നല്ല നാട്ടുപ്രദേശം. നോക്കിയാൽ പൂക്കളൊക്കെ ഉള്ള നല്ല അടിപൊളി മതിലൊക്കെ കെട്ടി വീടുകളും. ഒരു സൈഡിലാണെങ്കിൽ വലിയൊരു ടവറും കപ്പ കൃഷിയൊക്കെയാണ് തോന്നുന്നു കേട്ടോ അവിടെ ഇട്ടേക്കുന്നത്. മാത്രമല്ല ഇത് ഈ സൈഡിലുള്ള ഫ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുക വിൽക്കാൻ വേണ്ടിയിട്ട്. വീട് വെക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഈ കരുവാപ്പുലം എലിയറക്കൽ പിന്നെ വകയാർ റോഡിലെ നല്ല അടിപൊളി പ്ലേസുകളാണ്. പഴയ മോഡൽ ഒത്തിരി വീടുണ്ട് ഇവിടെയൊക്കെ. ഈ ഒരു സൈഡിലെന്താ വനമാണോ അതോ റബ്ബർ തോട്ടം? ആ റബ്ബർ തോട്ടം. വീണ്ടും ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നോക്കിയേ വലിയൊരു മതിൽക്കെട്ടിനകത്ത് ഒരൊറ്റ വീട്. ഈ വകയാർ വേറൊരു പഞ്ചായത്താണെന്നാ പറഞ്ഞത് കേട്ടോ. ഇത് പഞ്ചായത്ത് ഏതാണോ ഞാൻ നോക്കിയില്ല. എവിടെയെങ്കിലും ആരെങ്കിലും കണ്ട് ചോദിക്കാം. ബോഗൺവില്ല പൂക്കൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മാവ് മാങ്ങയിലൊക്കെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഈ വകയാർ അത്രയും വലിയ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഇത്രയും വീതി കൂടിയ റോഡൊക്കെ പണിതിട്ടിരിക്കുന്നത്. അവിടെ ഒരു അമ്പലത്തിൻ്റെയാണ്. ഒരു തറയൊക്കെ ആൽമരമുണ്ട്. നമുക്ക് കണ്ണി കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ.
വകയാട് സെൻറ് തോമസ് UP സ്കൂളാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം. ഇത് സ്ഥാപിച്ച 1964 ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നല്ല രസമുള്ളൊരു ഗ്രാമം തന്നെ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ചിറ്റാർന്ന് പോയ വയലാറ്റുപുഴ അല്ലേ, ആ ഒരു ഗ്രാമം പോലെയുണ്ട്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി പിന്നെയും പിന്നെ കൂടി വരുവാന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള വീടുകളും റോഡും നാടും എല്ലാം അടിപൊളി. ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇടത് സൈഡ് നല്ല കപ്പത്തോട്ടമൊക്കെ ഉണ്ടേ. പറഞ്ഞിട്ട് കപ്പയൊക്കെ പറിച്ചാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജംഗ്ഷൻ വന്നു കേട്ടോ. അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്നതാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നോക്കാം. ഇതാണ് വകയാറിന്. നമ്മൾ അവിടെ ചെന്നാൽ വീണ്ടും ഒരു മെയിൻ റോഡിലോട്ട് കയറുന്നുണ്ട് വഴിയെ. വണ്ടി അങ്ങനെ ഇങ്ങനെ ഓടുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. മുഹീദ്ദീൻ ജുമാ മസ്ജിദിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടുത്തെ ഒരു പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ വന്ന വഴിക്ക് എൻ്റെ ക്രിസ്തോസ് മാർത്തോമ ചർച്ചൊക്കെ ഉണ്ടായിരുന്നു ആ വന്ന വഴിക്ക്. ഇവിടെ ഉണ്ട് ഒരു മാവിൻ്റെ വീട്ടിലൊരു മാടക്കടയൊക്കെ ആയിട്ട്. എന്താ ഞാൻ പറഞ്ഞ കപ്പയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. കണ്ടത്തിൽ കൂടെ കപ്പയും തെങ്ങും ഒക്കെ ഇവിടെ നിൽക്കുന്നു. അപ്പം നമ്മളിത് ഈ റോഡിൽ വന്ന് കയറിയേ. അങ്ങോട്ട് പോയാൽ കോന്നിക്കാം കേട്ടോ. ഇങ്ങോട്ട് പോയാൽ പുനലൂർ പത്തനാപുരം ഒക്കെ റൂട്ട് അങ്ങോട്ടേക്ക് പോകും. എന്നാൽ ഇവിടെ വന്നതെന്ന് കയറിയില്ല. ഇനിയിപ്പോൾ അങ്ങ് തിരിച്ചപ്പുറത്തോട്ട് ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒരു കൊലക്കടയൊക്കെ ഉണ്ട്. വാഴക്കൊല പഴങ്ങളൊക്കെ കയറ്റുന്നുണ്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സ്പീഡിൽ പോയേ. അവിടെ നല്ലൊരു വീടൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നല്ല ടൈലൊക്കെ വിരിച്ച ഒരു പാതയും. പിന്നെ ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വിളക്ക് വെക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടോ അവിടെ. ഈ ഒരു മാവാട്ടോ. ഈ മാവേൽ നിറച്ച് ഇതെന്ന് വെച്ചാൽ കാട്ടുമാവാണേ. കാട്ടിലെ മാവ്. ചെറിയ മാങ്ങ കിടക്കുന്ന നോക്കി. ഇഷ്ടംപോലെ മാങ്ങ കിടപ്പുണ്ട് കൂട്ടല്ലേ. അതുപോലെ വലിയൊരു മാവ്, ഒത്തിരി വർഷം പഴക്കമുള്ളൊരു മാവായതെന്ന് തോന്നുന്നു. അതിന് ചോടൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് വിളക്ക് വെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. നല്ലൊരു തറയൊക്കെ ആയിട്ട്. ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ചെറിയ കണ്ണിമാങ്ങ കിടക്കുന്ന നോക്കി. ഈ ഇതിൻ്റെ മാമ്പഴം നല്ല ടേസ്റ്റാട്ടോ. നല്ല മധുരമാണ്. പക്ഷെ ഇത് പഴുക്കാറായിട്ടില്ല. പഴുത്താരിനെ നല്ലതായിരുന്നു. അതുപോലെ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്, നാടൻ കിണറൊക്കെ. നല്ല വെയിലത്ത് വന്നു കഴിയുമ്പോഴല്ലോ ഈ വഴിക്കൊക്കെ നല്ല ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ട് കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയോ. ചെറിയ നൈസായിട്ടുള്ള കാറ്റും ഒക്കെ ആയിട്ടേ കൊണ്ടുകൂടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കാനൊക്കെ തോന്നും നമുക്ക്. വകയാറ് വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഈ ഒരു ജംഗ്ഷൻ വീണ്ടും വന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഊട്ടുപാറയ്ക്ക് ഇറങ്ങുന്ന വഴിക്ക് റബ്ബർ തോട്ടം, അതിൽ ഒരു വാട്ടർ ടാങ്കൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പണ്ട് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതെന്താണ്, ഒരു കിണറായിരുന്നു. ഇതൊരു തറയത്, എന്തിൻ്റെയാണെന്ന് അറിയില്ല. എന്തായാലും നല്ല നല്ല പച്ചപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ റബ്ബർ തോട്ടം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ മുന്നിലാണ് ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലം നല്ല രസമുണ്ട് കാണാനായിട്ടേ. ചെറിയൊരു പഴയകാലത്ത് നിർമ്മിച്ചൊരു പാലമാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഇതിൻ്റെ താഴ്ഭാഗം കണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാലത്തെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ആ വഴിക്ക് അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ ഊട്ടുപാറ കയറി പോകുന്നത്. ഇതുണ്ടോ, നല്ല സ്വയംഭനൊരു കൈത്തോട്. മഴക്കാലമാകുമ്പോൾ വലിയ തോടാവും അല്ലേ. അതുപോലെ ഇതാ അവിടെ നമ്മൾ നേരത്തെ പോയിരുന്നേ. പിന്നെ ഈ ഭാഗത്ത് മയിലുണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും മയിലിനൊന്നും കണ്ടില്ല. അവിടെ ഒന്ന് ചേട്ടനൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു, വൈകുന്നേരം ആയാലും ഒരു 10-30 മയിലിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു, വെള്ളം കുടിക്കാനും തീറ്റ തിന്നാനും ഒക്കെ ആയിട്ടേ. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടോ, ഇങ്ങനെ മണ്ണ് ബഡ്ഡാക്കി ഇട്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൂടെ കാനയൊക്കെ തീർത്ത് വെള്ളമൊക്കെ മാറ്റി. ഞാൻ എന്തിനാന്ന് അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് വാഴ നടാനാണെന്ന് പറഞ്ഞു കേട്ടോ. ശരിയാണ്, വാഴ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ 2 വാഴ വെച്ച് നട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ. വെള്ളമുണ്ട് ഇവിടെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി പടപ്പയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. പടപ്പയ്ക്കൽ. ഇപ്പോൾ ഇവിടുന്ന് പുറകോട്ട് പോയല്ലേ രാധപ്പടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് പറഞ്ഞേ. എന്നാൽ അവിടം വരെ ഒന്ന് പോയിട്ട് വന്നാലോ. എന്നാൽ നമുക്ക് രാധപ്പടി ഒന്ന് കണ്ടിട്ട് വരാം. അതൊരു വ്യത്യസ്തമായ പേരല്ലേ. എന്താണ് അങ്ങനെ പേര് വരാനുള്ള കാരണമെന്ന് അറിയാവുന്നവരൊന്ന് പറയണേ. രാധപ്പടി. ഈ ഭാഗത്ത് നല്ല അടിപൊളി വീടുകളും ഒക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. രാധപ്പടി എത്തിയില്ല കേട്ടോ. അവിടെ നിന്ന് പിള്ളേർ പറഞ്ഞ കുറച്ച് ദൂരം ഉള്ളതാണ് അവിടെ. എന്നാൽ നമ്മളിന്ന് രാധപ്പടി പോയിട്ട് ഇതാന്ന് തോന്നുന്നു രാധപ്പടി കേട്ടോ. ഇവിടെ ഒരു ജംഗ്ഷനാണല്ലോ, ഒരു കടയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഈ രാധപ്പടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. രാധപ്പടിയിലെത്തിപ്പോൾ ഇവിടെ അച്ചായ്മേനൊക്കെ ഇരിപ്പുണ്ട്. അവരോട് നമുക്ക് ഇച്ചിരി വർത്താനൊക്കെ പറയണ്ടേ. ചോദിച്ചു നോക്കാം എന്നാ രാധപ്പടി എന്ന് പേര് വന്നതിനാന്ന്. ഇതെന്നാ വിറകൊക്കെ വിൽക്കുന്നുണ്ടോ? വിറക് എന്നാ വിലയാ?
റബ്ബർ മരം അല്ലേ? ആ, എന്നാ വിലയാ 75 ഒരു കെട്ടിന്? ഒരു കെട്ട് കൊണ്ടുപോയാ 2 ദിവസമൊക്കെ ഉണ്ടോ? വീടിന്റെ ആളുകൾ ഇതുപോലെ കത്തിക്കുന്ന പോലെ ഇരിക്കും. കത്തിക്കുന്ന പോലെ ഇരിക്കും അല്ലേ? 10 ദിവസത്തേക്ക്. ആ, 2 പേരുണ്ടെങ്കിൽ 5 ദിവസം ആണല്ലേ? അങ്ങനെ ആളെ വിട്ട് കൂടുതൽ അനുസരിച്ചാ. പേരെന്നാ? പേര് സൂക്ഷം പറയണം. കൃഷ്ണൻ കോൺട്രാക്ടർ. പണ്ട് കോൺട്രാക്ടർ വർക്കായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ കടയാ. വയ്യാതെ വന്നു. പ്രായക്കുറവാണ്, 93 ഉള്ളൂ. പ്രായം 93 ഉള്ളൂ. അതുകൊണ്ടാ. അതുകൊണ്ടാ അല്ലേ? അത് പറ. അത് തന്നെയല്ല, സഖാക്കന്മാരുടെ ചീത്ത വിളി കേൾക്കാൻ വയ്യ. ഇടുതാളി കരിക്കച്ചവടമായിരുന്നു. അങ്ങനെ കേട്ടാൻ നേരത്തെ ഇടുതാളി ഒരു ഗ്ലാസ് ചാരായം കുടിച്ചേച്ച് വന്നു. അത് വേണ്ടാന്ന് വെച്ചു. 55 വർഷം ചെയ്തു. 11 വർഷം കല്ല് കച്ചവടം 11 രൂപയ്ക്ക്. 26 വർഷം. എന്നാ കല്ല്? കരിങ്കല്ല്. കരിങ്കല്ല് വാങ്ങിക്കുന്ന കല്ല് ഒരു ലോഡ് നിങ്ങള് 8,000-7,000 വലിയ കൊടുക്കുന്നത്. ഞാനത് 11 രൂപയ്ക്ക് കയറ്റി ഇറക്കി കൊടുത്ത് 120 അടി കല്ല്. 26 വർഷം. മതിയോ? മതി. ഈ കാലത്തിനൊക്കെ ഇത്രയൊക്കെ പണി ചെയ്യാൻ പറ്റിയില്ലേ? അത് തന്നെ വലിയ ചെയ്തിട്ടുണ്ട്. 10 ലോഡ് കല്ല് അടിക്കുമായിരുന്നു ഒരു ദിവസത്തിൽ കൂടെ. ഒരു ദിവസം. 37ാമത്തെ വയസ്സിൽ അറ്റാക്കും വന്നു. 37ാമത് ഇത്രയും പണി ചെയ്തിട്ട് 37ാമത്തെ വയസ്സിൽ അറ്റാക്കും വന്നു. 9 ജീവൻ ഇല്ലാതെ കിടന്നു. അത് ശരി. എന്ത് ചെയ്യാനാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഈ സ്ഥലത്തിന് തന്നെ രാധപ്പടി എന്ന് പേര് വന്നേ? ഒരു രാധ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഒരു കമ്പൗണ്ടർ താമസം ഉണ്ടായിരുന്നു. BHG അല്ല, നേഴ്സാണ്. ഈ വീട്ടിലാ. അവര് ഇങ്ങനെ ഇതിലെ ഗീത വണ്ടി എന്ന് പറഞ്ഞൊരു വണ്ടി പോകുമായിരുന്നു. അവര് രാധപ്പടി എന്ന് പേരിട്ടു. അതങ്ങനെ വരുന്നത്. അങ്ങനെ വന്ന പേരാണ്. ഇപ്പോഴും കിടക്കുക. വായിക്കാനൊക്കത്തില്ല. അപ്പൊ അപ്പുറത്ത് രാധപ്പടി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവിടെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ വന്നാ. അച്ചാട് പേരെങ്ങനെയാ? മത്തായി. എന്നാ പരിപാടിയൊക്കെ? തൊഴിലുറപ്പ്. ഇന്ന് തൊഴിലുറപ്പിന് പോയില്ലേ? 100 തികഞ്ഞു. അങ്ങനെ ഇരിക്കുവാ അല്ലേ? ഇനി അടുത്ത പണി പിന്നെ ശമ്പളം കിട്ടി, പൈസ അക്കൗണ്ടി വരും. ബാക്കി കാര്യം അവരാണ് അതിന്റെ സ്ഥിരമായിട്ടുള്ള ആള്. അവരോട് ആയിക്കോട്ടെ. കടയൊക്കെ നല്ല പഴമൊക്കെ ഉണ്ടല്ലോ. പഴുത്തില്ലേ ഇത്? അല്ല, ഇത് പഴുത്തില്ലേ? പഴുത്തില്ലല്ലേ? പഴുത്തായിരുന്ന 10 രൂപയ്ക്ക് മേടിച്ച് കഴിക്കായിരുന്നു. നാടൻ തേങ്ങയൊക്കെ ഉണ്ടല്ലോ. എനിക്കൊരു സോഡ കിടന്നു. സോഡ ഉപ്പിട്ടിച്ച് സോഡ എന്നാ മതി. അല്ല, മോരും വെള്ളം ഉണ്ടോ? ഇല്ല. ഈ കലം ഇരിക്കുന്നുണ്ടോ ചോദിച്ചാ? നാരങ്ങ വെള്ളം അല്ലേ? എന്നാൽ എനിക്ക് സോഡ മതി. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ എല്ലായിടത്തും പോയതല്ല. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര അടിപൊളി തമാശയൊക്കെ പറയുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവരോട് വർത്താനം പറയാനും ഒക്കെ. അപ്പം നാരങ്ങ വെള്ളം എടുക്കാൻ പോയി ചായി. എടുത്തോ നാരങ്ങ വെള്ളം. എനിക്ക് സോഡ ഇങ്ങ് തന്നാൽ മതി. സോഡ ഒരു ഗ്ലാസ് ഒഴിച്ചു തരാമോ? ഇച്ചിരി ഉപ്പിട്ടാൽ മതി. വേണമെന്ന് വെച്ചാൽ നാരങ്ങയും പിടിച്ചോ. മധുരം ഇടണമെന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? അതെ, നാരങ്ങാട് പോയി കയറി. ഈ കടത്തണ്ട വരുന്നാൽ നമുക്ക് നല്ല കുറേ കാഴ്ചകളാണ് കേട്ടോ. ഈ ജംഗ്ഷനിലോട്ട് വാഹനങ്ങൾ വരുന്നു. നല്ലൊരു ജംഗ്ഷനാണ് കേട്ടോ ഈ രാധപ്പടി. എന്തോ എപ്പോഴും വണ്ടിയായില്ലേ അല്ലേ? സ്വല്പം ഉപ്പിട്ടാരേ പൊടിക്ക്. ഇപ്പം നാടൻ പഴമുണ്ട്. എന്നാൽ 1/2 കിലോ മേടിച്ച് കൈ വെച്ചേക്കാന്ന് വെച്ചു. ദാഹിക്കുമ്പോൾ കഴിക്കാമല്ലോ. അതെ, ഓരോന്നോരോന്നെടുത്ത് കഴിക്കാം. ഇത് പാളയംകോടനാണല്ലേ? പാളയംകോട്. ഞാൻ ആദ്യം വിചാരിച്ചു ഞാലിപ്പൂവനാണ്. അപ്പോൾ നമ്മൾ രാധപ്പടി പോയി ആ ചേട്ടന്മാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് പഴവും മേടിച്ച് തിരിച്ച് ഊട്ടുപാറയ്ക്ക് പോവാം കേട്ടോ. പണ്ടെങ്ങോ നല്ല രീതിയിലുണ്ടായിരുന്നൊരു വീടായിരുന്നു ഇത് കേട്ടോ. ഇപ്പം നോക്കി ഇതിൻ്റെ ഒരു അവസ്ഥ. അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ. ഇവിടെ ഒരു മർത്തോമ പള്ളി കാണാം കേട്ടോ. താബോർ മർത്തോമ പള്ളി എന്നാണ് കാണിച്ചേക്കുന്നത്. ഇത് അരുവാപ്പാലം ഗ്രാമപഞ്ചായത്താണ് അല്ലേ? അരുവാപ്പാലം അല്ല അരുവാപ്പാലം. എനിക്കതാ ഏറ്റവും എളുപ്പം പറയാൻ. അരുവാപ്പാലം. ഇത് ഒരു ചെറിയ റോഡാണെങ്കിലും ഉണ്ടല്ലോ, റബ്ബറൈസ്ഡ് ചെയ്ത റോഡാണേ. നല്ല രസമുണ്ട് ഈ വഴിയെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാനായിട്ട്. ഈ നാട്ടുമ്പുറത്തുള്ള ഗ്രാമപ്രദേശത്തോടുള്ള റോഡുകൾ അല്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ പുളിഞ്ചാണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ അപ്പുറത്തെ അരുവാപ്പുലം, നമ്മൾ അപ്പുറത്തെ കോന്നി സൈഡിലോട്ട് പോകുന്നു തോന്നുന്നു. വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് ഊട്ടുപാറ റോഡിലോട്ട് പോകാം കേട്ടോ. അവിടെ നോക്കിയാൽ ഒരു ചെറിയ പഴയ മോഡലുള്ളൊരു അതിന് അമ്പലത്തിൻ്റെ ആണോ? അതെന്തോ അമ്പലത്തിൻ്റെ ആണോ വീടായിരുന്നു?
ആ കാണുന്നത് ആ ഓടട്ടെ വീടാ അല്ലേ? പഴയ കടയാ അല്ലേ? ആ അത് പഴയൊരു കടയാട്ടോ. നമുക്ക് ഊട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇവിടുത്തെ കുറച്ചുകൂടെ മേളിൽ പോകണം. പുളിഞ്ചാണി കഴിഞ്ഞ ഊട്ടുപാറയ്ക്ക്. ഇവിടെ ഒരു മുസ്ലിം ദേവാലയമൊക്കെ മുകളിലുണ്ട്. ഇതൊരു സാധാരണ റോഡൊക്കെയാണ്. ഒരു ഗ്രാമത്തിൽ കൂടെ ഉള്ള വഴി. ഊട്ടുപാറ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. എന്നാലും നോക്കാം. ഊട്ടുപാറ റൂട്ടിൽ വരുമ്പോഴേ അതുകൊണ്ടോ ഇവിടുന്ന് നോക്കിയാൽ താഴോട്ട് കുറേ വീടുകൾ, അതിനിടയ്ക്ക് കൂടെ റോഡും. ആ റോഡ് നമ്മൾ താഴെ നിന്ന് അപ്പുറത്തുനിന്ന് കണ്ടൊരു വഴിയാട്ടോ. ഒരു പുളിഞ്ചാണി ജംഗ്ഷനിൽ നിന്ന് കയറി വരുന്നത് ഇത്. ആ മുകളത്തെ റോട്ടിൽ നിന്ന് താഴോട്ടൊരു വഴി കണ്ടേ. ആ വഴിക്ക് ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ കണ്ടോ ഊട്ടുപാറ പള്ളി. ഇത് കണ്ടോണ്ട് ഞാൻ ഇറങ്ങി വന്നത് തന്നെ. ഈ മലയടിവാരത്തിൽ ഈ പള്ളി കാണാൻ നല്ല ഭംഗിയല്ലേ? വലിയൊരു പള്ളി കേട്ടോ. അതിൻ്റെ സിമിത്തേരിയൊക്കെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിങ്ങനെ കാണാം. പള്ളിയുടെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്തൂടെ ഇറങ്ങിപ്പോയതേ. സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി. ഇത് 1956 നിർമ്മിച്ച പള്ളിയാണ്. അവിടെ ആയിരിക്കുന്ന പള്ളി. മെയിൻ ഊട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം ആയില്ല കേട്ടോ. ഈ കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ. ഊട്ടുപാറ മേളിലാണ് തോന്നുന്നു സ്കൂളുള്ളത്. ഇപ്പം നമ്മൾ ഊട്ടുപാറ എത്തി കേട്ടോ. മുകളിലൊരു പള്ളിയും കൂടെ കാണുന്നുണ്ടേ. കുറച്ചുകൂടെ മുകളിലോട്ട് പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. സ്കൂൾ കോമ്പൗണ്ടാണിത്. അപ്പുറത്തുനിന്നാണ് ഗേറ്റ് ഉള്ളത് സ്കൂളിലോട്ട് കയറാൻ വേണ്ടി. പഴയ രീതിയിൽ ഓടൊക്കെ ഇട്ടിട്ടുള്ള സ്കൂള്. സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഹൈസ്കൂൾ, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ, ഊട്ടുപാറ, കോന്നി. ഇതേത് വർഷം നിർമ്മിച്ചതാണെന്നുള്ളതൊന്നും അറിയത്തില്ല. ഇവിടെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ മേളിലുള്ളത് ഇതൊരു കുരിശുപള്ളിയാണ് കേട്ടോ. പള്ളിയാണോ കുരിശുപള്ളിയാണോ നോക്കാം. ഇതൊരു കുരിശുപള്ളിയാണ് ഇവിടെ. പിന്നെ ഇവിടെ കുറേ പഴയ രീതിയിലുള്ള വീടുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടം വരെയൊക്കെ ഉള്ളൂ ഊട്ടുപാറ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ചോദിക്കുന്നത് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്താവുന്നു. കൂടുതലും പെൺപിള്ളേരെ ചോദിക്കുന്നു കേട്ടോ. അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഊട്ടുപാറ തപാൽ ഓഫീസ്. പിന്നെ ഊട്ടുപാറയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ അത്ര വലിയൊരു സിറ്റിയോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ഊട്ടുപാറ ടീം. അവിടെ ഒരു ബോർഡ് വെച്ചാൽ ഊട്ടുപാറ ടീം എന്ന് കണ്ടോ കേട്ടോ. ബദേൽ മാർത്തോമ ചർച്ചൊക്കെ ഊട്ടുപാറ ആ വഴിക്കായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ ആ കുറച്ചുകൂടെ മേളിൽ ചെന്ന പള്ളി ഇപ്പം താഴെ ഒരെണ്ണം കണ്ടില്ല അല്ലേ? ഇത് മിച്ചഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. അതങ്ങ് മുകളിലോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ അധികം കടകളൊന്നുമല്ലേ. താഴെ ഇവിടെ ഒരു കടയുണ്ടെന്ന് തോന്നുന്നു. ഒരു അത്തി ഇരിക്കുന്നുണ്ടോ. ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ച എന്ന് തോന്നുന്നു. ഇവിടെ ഞാനൊരു ബാനർ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടേ. ഇതുണ്ടോ ഹാപ്പിനെസ് പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞേ. 20 ലക്ഷം രൂപ മുടക്കി ഊട്ടുപാറയുടെ മുഖം മാറുന്നു. ഇത് വന്നോ വന്നില്ലയോ എന്ന് വരുന്നതാണ്, എവിടെ വരുന്നതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ വെള്ളം കുടിക്കാൻ കയറിയ ഈ കടയിലെ ഇത് കണ്ടോ. ഇവിടെ പലതരത്തിലും കപ്പയുടെ ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് കപ്പയിരിക്കുന്നു. നമ്മുടെ അവിടെയൊക്കെ കപ്പ ഇവർ ഇതുപോലെ ഇങ്ങനെ വെക്കുമല്ലേ. പക്ഷേ ഇവിടെ നോക്കിയേ കപ്പ അതേപടി പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വാഴക്കൊലയുണ്ട്. അതല്ല എന്നെ അതിശയിപ്പിച്ച വേറെ ഒന്നുണ്ട് സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ട് കപ്പ. ഈ വെള്ളുകപ്പയൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടല്ല നമുക്ക് കാണാനുള്ളൂ. ഇതുണ്ട് വെള്ളുകപ്പ. നല്ല വെള്ളുകൊള്ള. ഇത് ഇടിച്ച് പൊടിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ ഉണക്കുകപ്പ. ഇതൊക്കെ വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ്. ഞാനത് കണ്ടോണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ അരുവാപ്പുലം എന്ന് പറയുന്ന സ്ഥലം ഏരിയ പെട്ടതാണ് ഈ പുളിഞ്ചാണി എന്ന് പറയുന്ന സ്ഥലവും ഈ ഊട്ടുപാറ നമ്മളാ പോയ സ്ഥലവും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ കടയിൽ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ. അവരൊരു ലേഡീസ് ആയതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി പോവാം. ഊട്ടുപാറ പാലമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോടെ ഇങ്ങോട്ട് പുഴയിലോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടേ. നമുക്ക് അതിലൊന്ന് ചുറ്റി ഇറങ്ങിയിട്ട് വരാം. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ചെറിയൊരു പുഴ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. നമ്മളെ മുകളിൽ നിന്ന് കണ്ടില്ലേ സംഭവം തന്നെ. ഇതുണ്ടോ
താഴോട്ട് ഇറങ്ങണമെന്നില്ല, ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, വെള്ളം കുറവല്ലേ, മഴയില്ലാത്തതുകൊണ്ട്. കുട്ടുപാറ പുളിഞ്ചാണി, പുളിഞ്ചാണി എന്നല്ലേ പേര്? അങ്ങനെ തന്നെയല്ലേ. പുഴയിലൊന്ന് ഇറങ്ങിയിട്ട് വരാം അല്ലേ. വെള്ളമില്ല, എന്നാലും ഒരു രസമുണ്ട്. ഇവിടെ ഒരു പടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ, മുകളിൽ നിന്ന് കണ്ടില്ലേ. ഊട്ടുപാറ പാലം, ഊട്ടുപാറ പുഴ. ഈ പാലമൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പാലം കേട്ടോ, ചെറിയ പഴക്കമൊന്നുമല്ല ഇതിനുള്ള. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് കയറുന്നത് പിന്നെ കൂപ്പർ റോഡിലല്ല, ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ. അവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയാണോ അച്ചൻകോവിൽ പോകുന്നത് നോക്കാം. ഈ അരുവാപ്പുലത്തെ ഒരു അമ്പലമുണ്ട് കേട്ടോ, മഹാദേവ ക്ഷേത്രം. നമുക്ക് ഈ വഴിക്ക് പോയാൽ അത് കാണാവേ. ഇവിടെയും നല്ല ഗ്രാമക്കാഴ്ചകളൊക്കെയാണ്. അമ്പലം ആ വഴിക്ക് അങ്ങനെയാണോ? അവിടെ നല്ല മനോഹരമായൊരു പാലമൊക്കെ നമുക്ക് കാണാവേ. ഉണ്ടോ? അവിടെ നിന്നൊരു ഗേറ്റ് എങ്ങനെ പോകുന്നുണ്ട് നോക്കാം. ഇത് അമ്പലത്തിലോട്ട് പോകുന്ന വഴി അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഗേറ്റ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വന്നപ്പോഴേ ആദ്യം ഞാനിത് കണ്ട് ചെടിയാന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇതുണ്ട് ഒരുതരം ചെടി ചെയ്തു കേട്ടോ, നല്ല രസമുണ്ട്. മഞ്ഞപ്പൂക്കൾ എത്രയാണ് ഉള്ളതെന്ന് നോക്കി, പച്ചക്കിടയ്ക്ക് മഞ്ഞപ്പൂക്കൾ. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാവുന്നവർ പറയണം കേട്ടോ. ഒരുപാട് രസമുണ്ട് ഇവന്മാരെ കാണാൻ. ഈ ഒരു മതിലെ കൂടെ കംപ്ലീറ്റ് ഇങ്ങനെ ഈ ചെടി കിടക്കുവാണേ. ഇങ്ങനെ കുറേ വീടുകളുണ്ട്, അതായിരിക്കും അമ്പലത്തിലോട്ട്. അവിടെ കൊടിയെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അമ്പലം ഇവിടെ നിന്ന് മുന്നോട്ടാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ നമ്മൾ വനത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോയി കയറുന്നത്. നോക്കിയേ, ഇവിടെ വാഹന പാർക്കിംഗ് ആണ്. അമ്പലം തോണ്ട മുന്നില്ല. അങ്ങനെ നമ്മൾ അരുവാപ്പുലം അമ്പലത്തിൻ്റെ അവിടെ വന്നേ, ശിവക്ഷേത്രം. ഇവിടെ ഒരു മാവ് കണ്ടോ, വലിയൊരു മാവാണ്, കാട്ടുമാവ്. നല്ല രസമുണ്ട് ഈ അമ്പലം കാണാൻ. ഈ വനത്തിലേക്കൊക്കെ പോകുന്ന വഴിക്കായിട്ട് ഇങ്ങനെ ഈ അമ്പലം ഇരിക്കുന്ന കാണാനായിട്ട്. എള്ളാങ്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രം, അങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. വെളിയിലുള്ളവർക്കൊക്കെ നിങ്ങളുടെ ഈ നാട്ടിലുള്ള അമ്പലമൊക്കെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ കൂടെ അങ്ങനെ കാണാം കേട്ടോ. ഒരുപാട് ഭംഗിയുണ്ട് ഈ ഒരു അമ്പലം ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് അല്ലേ. അപ്പോൾ തിരിച്ച് നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഇനി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടോ? നമ്മൾ വ്യത്യസ്തമായ കുറച്ച് സ്ഥലത്തൂടെയൊക്കെ കയറി വന്ന പത്തനംതിട്ട ജില്ലയുടെ ഭംഗിയുള്ള കാഴ്ചകൾ ഇനിയും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയുടെ ഒരുപാട് നീട്ടം കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.